ഹായ് ഓൾ, റാപ്പിഡ് ക്വസ്റ്റ്യൻ്റെ സീരീസിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇൻഇക്വാളിറ്റിയുടെ കോമയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കോമ വരുമ്പോൾ കൂടുതൽ പേർക്കും കൺഫ്യൂഷൻ ആവും, എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്നുള്ളത് പലർക്കും ഇതാവും. അതുകൊണ്ടൊന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തേത്. സ്റ്റേറ്റ്മെൻറ്റ്സ് കാണാം, കൺക്ലൂഷൻസ് കാണാം, നമുക്കതിലേക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കൺക്ലൂഷൻ, ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. ഇസഡിൽ നിന്ന് ആറിലെത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഇത്. നോക്കുക, ഇസഡ് ഇത് കോമയുള്ളത് കൊണ്ട് ഇസഡിൽ നിന്ന് വൈയിൽ നിന്ന് ആർ, രണ്ടും ബാക്ക്വേർഡ് മൂവ്മെൻ്റ് ആണ് എത്തേണ്ടത് അതിനകത്ത്. സോ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ കാണേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടിനെ കമ്പൈൻ ചെയ്ത് ഒറ്റയെണ്ണം ആക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഉള്ളവർ പെട്ടെന്ന് ചെയ്യും, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യാണ്. ഇസഡ് ഈസ് ഈക്വൽ ടു സി ലെസ് ദാൻ വൈ ഉണ്ടോ. പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. വൈ ഈക്വൽ എച്ച്, ഇതാണ് അതിൻ്റെ റിസൾട്ട്. കാരണം നമുക്ക് ഒരു ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എ ഗ്രേറ്റർ ദാൻ ബി, ബി ഗ്രേറ്റർ ദാൻ സി, സി ഗ്രേറ്റർ ദാൻ ഡി എന്നൊരിതുണ്ടെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് എയിൽ നിന്ന് ഡിയിലെത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ ഓപ്പൺ ആയിരിക്കണം നമുക്ക്. സോ ഓപ്പൺ ആയിരിക്കണമെങ്കിൽ എ ഓപ്പൺ, ബി ഓപ്പൺ, സി ഓപ്പൺ, എല്ലാം ഓപ്പണാണ്. അതുകൊണ്ട് നമുക്ക് പറയാം എയിൽ നിന്ന് ഡിയിലെത്താം. പിന്നാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത്. അതിൽ ഗ്രേറ്ററിന് പോകും. അത് പ്രകാരം ഇത് ശരിയാണ്. എന്നാൽ ഇസഡിൽ നിന്ന് നമുക്ക് ആറിലേക്ക് എത്താൻ തുടക്കം തന്നെ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്കത് പറ്റില്ല. സോ നമുക്കതിനെ തെറ്റെന്ന് പറയാം. കാരണം ഇത് നോക്കി, ഇത് രണ്ടും കൂടി ഇതാണ്. അവിടെ നിങ്ങൾക്ക് നോ റിലേഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. അത് നമ്മൾ തുടക്കത്തിലേ മനസ്സിലാക്കി, അവിടെ വെച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ തുടക്കത്തിലേ മനസ്സിലാക്കി. കാരണം ഇവിടുന്ന് ക്ലോസ്ഡ് ആണ്, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അറിയാം അവർക്ക്. മനസ്സിലായോ? അതാണ് ഇത് വരുന്നത്. രണ്ട്, എച്ചിൽ നിന്ന് എല്ലിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എച്ചിൽ നിന്ന് ആദ്യം വൈയിലെത്തുക, വൈയിൽ നിന്ന് എല്ലിലേക്ക് എത്തുക. എച്ചിൽ നിന്ന് ആദ്യം വൈ, എച്ച് ഇസിക്കൽ വൈ ഓപ്പൺ ആണ്. ഇനി വൈയിൽ നിന്ന് എല്ല് ഡയറക്റ്റായിട്ട് തന്നെ എടുക്കുകയാണ്. സോ ഗ്രേറ്റർ ഈക്വൽ ഗ്രേറ്റർ. സോ എത്താൻ പറ്റും. ആർക്ക് പ്രിഫറൻസ് പോവും? ഗ്രേറ്ററിന് പോവും. സോ എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഇനി എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ഇസഡ്. നോക്കിയ വഴി എച്ചിൽ നിന്ന് വൈ എത്തി, വൈയിൽ നിന്ന് ഇസഡ് എത്തുക. എച്ചിൽ നിന്ന് വൈ എത്താൻ പറ്റും, വൈയിൽ നിന്ന് ഇസഡ് ഡയറക്റ്റാണ്. പക്ഷേ എത്താൻ പറ്റും, പക്ഷേ ആർക്ക് പ്രിഫറൻസ് പോവും? സോ പ്രിഫറൻസ് ഈസ് ഫോർ ഗ്രേറ്റർ. എന്നാൽ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ്. സോ തെറ്റാണ്. കാരണം ഇത് നോ റിലേഷൻ ആണെങ്കിൽ ഇവിടെ റിലേഷൻ ഉണ്ട്, പക്ഷേ ആ റിലേഷൻ അല്ല. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഇൻഇക്വാളിറ്റി തെറ്റിടാം. സോ കോമയുള്ളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. തുടക്കക്കാർ ഞാൻ ഈ എഴുതിയ പോലെ അതിനെ ഒന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതിനകത്ത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.